ഇയാൾ എന്തെടുക്കാൻ അവിടെ? ഹലോ ആശാനെ, ഹലോ ആശാനെ, ഹലോ ഒന്ന് എഴുന്നേറ്റേ. ഇത് ഉറക്ക ഗുളിക വരുന്ന കുപ്പിയാ. ഈശ്വര, അയാളത് മുഴുവനും പിഴിഞ്ഞി. എന്താ എന്താണ്ടായേ? അച്ഛാ, ആ വാടകക്കാരൻ ആത്മഹത്യ ചെയ്തു. അയ്യോ, അനക്കല്ലേ, നിനക്ക് ഉറപ്പാണോ? ആ ചേച്ചി, എനിക്ക് ഉറപ്പാ. എന്റെ ഗുരുവായൂരപ്പ, എന്തായി കേക്കണത്? എങ്ങനെ സംഭവിച്ചു? ഉറക്ക ഗുളിക കഴിച്ചാന്നാ തോന്നണേ. എന്റെ ഭഗവാനേ, നിങ്ങളിപ്പോ അങ്ങോട്ട് പോണ്ട. വല്ല ചെരുപ്പിന്റെ അടയാളോ കാൽപ്പാടോ കണ്ട് പോലീസ് വല്ല കുഴപ്പമുണ്ടാക്കിയാലോ? ഇപ്പൊ അച്ഛന് തൃപ്തിയായില്ലേ? ഇനി എന്തിനൊക്കെയാ സമാധാനം പറയേണ്ടത്? തുപ്പണോ? തുപ്പോ? എന്താ കുറിപ്പേര, എന്താ ഉണ്ടായത്? നിങ്ങൾ എന്തിനായി കടുങ്ങി ചെയ്തത്? എടാ, ഞങ്ങൾ എന്ത് ചെയ്തെന്നാ പറയണേ? കുപ്പി കണ്ടില്ലേ, അവൻ സ്വയം ചെയ്തതാ. അതല്ല ചോദിച്ചത്. നിങ്ങളുടെ വീട്ടിലൊരു ദുർമരണം നടന്ന അതിന് എന്നെ എന്തിനാണ് വിളിക്കണമെന്ന്? നിന്റെ പേർത്തട തെണ്ടി, നീ എല്ലാം മായത്തിന് ഇങ്ങോട്ട് കയറ്റി വെച്ചോണ്ട് വന്നത്? ശാഖ നടക്കണ ഒരുത്തിനെ നിനക്ക് കിട്ടിയുള്ളൂ. സുബൈനി എന്ത് ചെയ്യും? നീ തന്നെ ഒന്ന് പറ. ഒരു പണി ചെയ്യും. എന്താ? തൽക്കാലം ഞാൻ പറയണോന്ന് കേൾക്ക്. നീ എന്തെങ്കിലും ഒന്നങ്ങ് പറ. ആദ്യം എല്ലാവരും ഒന്ന് അകത്ത് കയറിക്കേ. എന്തിന്? കേറ്, എന്നിട്ട് കഥ കടക്കി. ഞാൻ പറയാം. ആദ്യം ആത്മരക്ഷ. എന്താ എന്താ കാര്യം? എന്താണോ? മരിച്ചു ആളുകൾ കിണറ്റിൽ കയറി നിൽക്കുന്നു. ആരായി ഇല്ല അതിനെ പറഞ്ഞുണ്ടാക്കിയേ? ഒരു ഏഷ്യനെയും കൊണ്ട് വരും. മനുഷ്യന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അയാളെ ജീവൻ പോയില്ലെന്നേ ഉള്ളൂ, മരിച്ച പോലെ കിടക്കുന്നത് ഞാൻ കണ്ടതല്ലേ. ഉറക്ക ഗുളികയുടെ കുപ്പിയും കിട്ടിയില്ലേ? അയാളെ ജീവൻ കളയാൻ ശ്രമിച്ചു എന്നുള്ളത് നേരാ. ആ ശ്രമം പൊളിഞ്ഞെങ്കിൽ അയാൾക്ക് എവിടെയാണ് ആശ്രമം? ആശ്രമല്ലടാ, ആശ്രമം. അത് പൊളിഞ്ഞെങ്കിൽ അയാൾ അടുത്ത ശ്രമം തുടങ്ങും, അതുറപ്പാ. ഇവന്റെ കരുനാക്ക. സുപ്പ, നീ വന്നത് നന്നായി. വേഗം പോയി ഒരു കയറെടുത്തുണ്ടോ. കയറോ? ആ, നല്ല നീളമുള്ള കയറായിക്കോട്ടെ. കയറൂടെ കിട്ടില്ല. ഒന്ന് വേഗം പോയി എടുത്തോണ്ടോ. ഇറങ്ങി തപ്പ. ഇതിനകത്ത് ഇറങ്ങിയ ചത്തു പോവോ? ചാവില്ല, അതിൽ കണങ്കാല് വരെ വെള്ളമുള്ളൂ. കണ്ട ആളുടെ തോന്നണതാ, വെറുതെ തോന്നണതാ. ഈ കൊളായാലും അങ്ങനെ. നീ ഇങ്ങോട്ട് വന്ന് എനിക്കൊരു കാര്യം സംസാരിക്കാം. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ ഇതിനകത്ത് ഒന്ന് ഇറങ്ങി നോക്കിക്കോട്ടെ. ഒരു രസമല്ലേ? ഞാൻ സമ്മതിക്കില്ല. കയറ്. കയറോ? കയറി ഞാൻ വീറോ? അതല്ലടോ, പെരക്കകത്തേക്ക് കയറാൻ. ഓ, ആ കയറ് കയറിക്കോളൂ. ഇനിയിപ്പോ മറ്റേ കയറി കിട്ടിട്ട് കാര്യമില്ല. ഉത്തരത്തിലൊന്നും ഒരു ബലമില്ല. ഒരു കുട തൂക്കിട്ടാ മതി, ഒടിഞ്ഞു വീഴും. അതുകൊണ്ടാ പറഞ്ഞ ഈ വീട് തനിക്ക് പറ്റില്ല. പറ്റില്ലേ? പറ്റില്ലാന്ന്. അല്ലെങ്കിൽ തനിക്കിപ്പോ എന്തിനാ വീട്? ഇവിടെ അടുത്ത് നല്ലൊരു കൊക്കയുണ്ട്. കൊക്കെ? അവിടെ താമസിക്കോ? ഒരു താമസം ഉണ്ടാവില്ല. ഒന്ന് കുതിക്കേ വേണ്ടു, പെട്ടെന്ന് കഴിയും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അത് തന്നെ ഞാനും ചോദിക്കണേ. എന്തൊക്കെയാ പറയണേ? ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. ഗോപു, എന്റെ വല്ലതും പോയോ? ഒന്നുമില്ല. പോയിട്ടുണ്ട്. എല്ലാത്തിന്റെ ഓരോ നട്ട് പോയിട്ടുണ്ട്. ചേട്ടനൊന്ന് ആലോചിച്ചേ. ചാകാൻ നടക്കണടുത്ത് കൊക്കെ ചേർന്ന കാര്യമൊക്കെ പറയാവോ? എന്നാ തീവണ്ടിക്ക് തലവെക്കണ കാര്യം പറഞ്ഞാലോ?
ചേട്ടാ ചാകാൻ നടക്കണോന്റെ മനസ്സിൽ ജീവിക്കാനുള്ള മോഹമല്ലേ കുത്തിവെക്കേണ്ടത്? ഇതുപോലെ ഇഞ്ചക്ഷനോ മറ്റാണോ കുത്തിവെക്കാൻ? എടാ ഞാൻ പറയണത് വേണ്ട വേണ്ട ചേട്ടൻ ഒന്നും പറയണ്ട, നമുക്കൊരു മനുഷ്യധർമ്മം അങ്ങോട്ട് കാണിക്കാം, അതാണ് എന്റെ ശരി. ഉം. മാമ്പഴപ്പുള്ളി ശരി അസലായി. കുറച്ചുകൂടി ഇങ്ങോട്ട് വിളമ്പേക്കും. മതി. സത്യത്തിൽ ഇവിടെ എത്ര അംഗങ്ങളുണ്ട്? അതൊന്നും നോക്കണ്ട, ആവശ്യത്തിനിട്ട് കഴിച്ചോ, എല്ലാവർക്കും തികയും. ആ മാമ്പഴപ്പുള്ളി ശരിയൊക്കെ കൂട്ടി ഇങ്ങനെ ഒരു ഊണ് കഴിക്കാൻ പറ്റുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല കേട്ടോ. വാസ്തവം എല്ലാം ദൈവനിശ്ചയം. എന്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഇപ്പൊ അതും സാധിച്ചു. കുറച്ചും കൂടി ഇടട്ടെ. ഇട്ടോളൂ, നല്ല അസലായിട്ടുണ്ട് അമ്മയുടെ കൈപ്പുണ്യം. അയ്യോ ഞാനല്ല വെച്ചത്, എന്റെ മൂത്ത മോളാ മീര. ആയിക്കോട്ടെ, നല്ല കൈപ്പുണ്യം. അപ്പോ എപ്പോഴാ പുറപ്പെടണേ? നിങ്ങളുടെ സ്നേഹവും സൽക്കാരൊക്കെ കാണുമ്പോ പുറപ്പെടാനേ തോന്നണില്ല. ഇയാളാണല്ലേ മൂത്തമോള് മീര? അതെ. കറികളൊക്കെ അസലായിട്ടുണ്ട്. പെൺകുട്ടികളായ ഇങ്ങനെ വേണം. പക്ഷെ ആൺകുട്ടികൾ ഒരിക്കലും ഇയാളെപ്പോലെ ആവരുത്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ആളല്ലേ നിങ്ങൾ? ആ, ഒരർത്ഥത്തില് അതെ. ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല, എന്ത് ചങ്കുറപ്പോടെ നേരിടണം. അതാണ് ജീവിതത്തിൽ വിജയമുണ്ടാക്കുന്നത്, സന്തോഷം തരുന്നത്. ഒന്നും വേണ്ടാന്ന് തോന്നുമ്പോ എല്ലാം വേണമെന്ന് ആഗ്രഹിക്കുക. ഇതേക്കുറിച്ചൊക്കെ വിവരമുള്ള ഒരാളാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈശ്വര, ഇതിന്റെ ഒരു നട്ടളകിട്ടുണ്ടെന്ന് തോന്നേ. ഈശ്വരോ രക്ഷതു. ഈശ്വര, ഇയാൾക്ക് നല്ല ബുദ്ധി തോന്നി ആത്മഹത്യന്ന് പിന്തിരിഞ്ഞ് എന്റെ തലേന്ന് പോണേ. തലേന്ന് പോയില്ലെങ്കിലും പിറ്റേന്നെങ്കിലും പോണേ. അതുവരെ വടക്കേപ്പുറത്ത് നിൽക്കുന്ന ഒതളങ്ങാമര അവന്റെ കണ്ണിപ്പെടല്ലേ ഭഗവതി. ഇയാളുടെ എല്ലാ പ്രശ്നങ്ങളും നേരെയാവണേ. ഞാൻ വിചാരിച്ചു തേങ്ങ ഉടച്ചാണെന്ന്. പ്രാർത്ഥിച്ചു കഴിഞ്ഞു നരേന്ദ്ര? ഇപ്പൊ തന്നെ ആ മുഖത്തൊരു പ്രസാദുണ്ട്. അതെ, എന്താ പ്രാർത്ഥിച്ചേ? നിങ്ങൾക്കൊക്കെ സൽബുദ്ധി തോന്നിക്കണേന്ന്. മതി. ഇനി ഇതാ ആ കാണുന്ന കൽവിളക്കില് ഒരു കർപ്പൂരം കത്തിച്ച് തനിക്കും സൽബുദ്ധി തോന്നിക്കണേന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക. അല്ല, കർപ്പൂരം വാങ്ങിയിട്ടില്ല? അതൊക്കെ എന്റെ കയ്യിലുണ്ട്. വാ. ഇപ്പോ മനസ്സിലെന്താ തോന്നണത്? തുറന്നു പറയണം. ഇപ്പോ ഒരു ചായ കുടിക്കാൻ തോന്നണു. അതല്ല, ജീവിതത്തെ കുറിച്ച്. ഓ, നിങ്ങളുടെയൊക്കെ കൂടെ കുറച്ചു ദിവസം കൂടി ജീവിക്കണം തോന്നുന്നു. ഈശ്വര, രക്ഷപ്പെട്ടു. വാ, ഇനി എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്തായി മോളെ? എല്ലാം ശരിയായി. ഇങ്ങോട്ട് നോക്കിയേ, തനിക്കിപ്പോ കൊക്കയോ കയറോ കണ്ടാൽ എന്ത് തോന്നും? എന്ത് തോന്നാൻ? ഒന്നും തോന്നില്ല. അല്ല, അത് നമ്മളായിട്ട് എന്താ ബന്ധന്ന്? മതി മതി, ഇത്രയും മതി മോളെ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സുപ്പാ, ഓ, നമ്മൾ നമ്മുടെ ധർമ്മം ചെയ്തു. മൗനം വിദ്വാനുഭൂഷണം. ചേട്ടൻ അങ്ങോട്ട് തന്നെ. വാ മോളെ, വേഗം നടക്കണേ. സുപ്പാ, ഓ, ഞാൻ രാവിലെ മൂലം ശ്രദ്ധിക്കുന്നത് ഏ? ഇവരെന്താ ഒരു ബന്ധവുമില്ലാതെ സംസാരിക്കുന്നത്? അല്ല, അതിപ്പോ അവര് നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത സ്ഥിതിക്ക് അവരൊരു ബന്ധമില്ലാതെ സംസാരിക്കുള്ളൂ. അവര് നിങ്ങൾ തമ്മിൽ എന്തേ? അപ്പൊ തൊന്തരം ഉണ്ടാക്കാൻ അങ്ങോട്ട് നടക്കുമായി.